പശ്ചിമേഷ്യൻ സംഘർഷം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഓഹരി വിപണിയാണ്. എണ്ണയുടെയും സ്വർണത്തിന്റെയും വിലയിലടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും ഏറ്റക്കുറച്ചിലുകൾ അവിടെ വലിയ രീതിയിൽ പ്രകടമാവുകയും ചെയ്തിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന് പറയുന്നതിന്റെ അടുത്ത നിമിഷം തന്നെ യുദ്ധത്തിന് ഒരയവ് പോലും വരുത്താതെ തന്നെ വേണ്ടി വന്നാൽ 6 മാസം കൂടി യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന പ്രഖ്യാപനം പോലും ഇവിടെ ഇറാൻ നടത്തിയിരുന്നു. മാത്രമല്ല US ആകട്ടെ വീണ്ടും അവിടെ തങ്ങൾ ജയിച്ചു എന്ന് പറയുമ്പോഴും വീണ്ടും യുദ്ധം തുടങ്ങാനുള്ള പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് നടപടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആയതിനാൽ തന്നെ ഇവിടെ വലിയ രീതിയിൽ ചില പ്രഖ്യാപനങ്ങൾ ഓഹരി വിപണിയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചതായി തന്നെയാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ ഇന്നലെ മികച്ച നേട്ടത്തിലായിരുന്നു ഓഹരി വിപണി കുതിച്ചുയർന്നത്. ഇന്ത്യൻ ഓഹരി വിപണി അതേപോലെ തന്നെ ഇന്ന് വേഗത്തിൽ താഴേക്ക് വരുന്ന ഒരു സവിശേഷത കാണാൻ സാധിക്കുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനെതിരായ യുദ്ധം വൈകാതെ തന്നെ അവസാനിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇന്ന് നിലപാടിൽ കൂടുതൽ ചേരുവകൾ ചേർത്തുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ വലിയൊരു ഭീഷണി ഉയർത്തുന്ന രീതിയിലാണ്, അത് തിരിച്ചടിക്ക് കാരണമാകും വിധമാണ് സംസാരിക്കുന്നത്. 2-3 ആഴ്ചയ്ക്കകം തന്നെ ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കുമെന്നും US സൈന്യം മടങ്ങുമെന്നും നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലത്തെ പ്രസംഗത്തിൽ ഇറാനെതിരെ നിലപാട് കൂടുതൽ ഘടിപ്പിക്കുന്നതും വലിയ രീതിയിൽ തിരിച്ചടിയായി മാറുകയാണ്. 2-3 ആഴ്ചയ്ക്കകം തന്നെ ഇറാനെ കൂടുതൽ തകർത്ത് തരിപ്പണമാക്കുമെന്ന വെല്ലുവിളിയാണ് ഇപ്പോൾ ട്രംപ് വീണ്ടും ഉയർത്തിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ക്രൂഡ് ഓയിൽ വില വീണ്ടും കുതിച്ചു തുടങ്ങിയതിൽ തന്നെ ഓഹരി വിപണിയിൽ വലിയ രീതിയിലുള്ള ക്ഷീണം പ്രകടമായിരിക്കുകയാണ്. അതേപോലെ തന്നെ സെൻസസ് ആകട്ടെ വ്യാപാരത്തിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ ഒരു 1400-ലേറെ പോയിന്റിന്റെ ഒരു ഇടിവ് സംഭവിച്ചു. അതുപോലെ തന്നെ 71,670 നിലവാരത്തിലേക്ക് അത് എത്തുകയും NIFTY ആകട്ടെ 453 പോയിന്റിൽ താഴ്ന്നുകൊണ്ട് 22,225 നിലവാരത്തിലേക്ക് എത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം യുദ്ധം ജയിച്ചെന്നും ഇറാനെ നിലംപരിശാക്കി തങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ജയമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന ആഘോഷമാണ് ട്രംപ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത് ആവർത്തിക്കുമ്പോൾ പോലും ഭീഷണികൾ ഒട്ടും തെല്ലുപോലും അതിന് കുറവ് വരുത്താതെ തന്നെ ഇറാന് മേൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ഇവിടെ തുനിയുകയാണ്. മാത്രമല്ല ഇനിയൊരു ധാരണയിൽ എത്തിയില്ല എങ്കിൽ ഇറാനെ ശിലായുഗത്തിലേക്ക് എത്തിക്കുമെന്നും എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നും ട്രംപ് ഇവിടെ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ വീണ്ടും ലോകത്തിന് മുന്നിലേക്ക് വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്ന നീക്കമാണ് നടക്കുന്നത്. ഇറാനെ ഒരിക്കലും ആണവായുധങ്ങളുടെ കാര്യത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനോട് അമേരിക്ക വളരെ അടുത്തെത്തിയെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എണ്ണവിലയിൽ ഉണ്ടായ വർധനവ് യുദ്ധത്തിന്റെ ഭാഗമായുള്ള താൽക്കാലിക ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അത് ആ ഒരു പ്രതിഭാസം മാത്രമാണ് എന്നതാണ് ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ട് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.